കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിൽ നീലേശ്വരം ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത്. 23.31 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള പഞ്ചായത്തിന്റെ അതിരുകൾ വടക്ക് പീലിക്കോട് പടന്ന പഞ്ചായത്തുകളും കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ പെരളം പഞ്ചായത്തുകളും തെക്ക് പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയും കിഴക്ക് കരിവള്ളൂർ പെരളം പഞ്ചായത്തും പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയും പടിഞ്ഞാറ് വലിയ പറമ്പ് പടന്ന പഞ്ചായത്തുകളുമാണ്. പ്രകൃതി ഭംഗികൾ കൊണ്ടും മാനവ സൗഹൃദം കൊണ്ടും ഏറെ ആകർഷണീയത നിറഞ്ഞ ശുചിത്വ സുന്ദരമായ ഒരു ഭൂപ്രദേശമാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത്. ഈ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. 14 മേഖലകളിൽ അടിസ്ഥാന വികസന രംഗത്തായാലും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ, ശുചിത്വ മേഖലയിൽ, അങ്ങനെ എല്ലാ മേഖലകളിലും വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തുവാൻ വേണ്ടി പഞ്ചായത്തിന് സാധിച്ചു. ഗ്രാമസഭാ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് അല്ലെങ്കിൽ പ്രാദേശികമായ ചിന്തകൾ കൂടാതെ പഞ്ചായത്തിനെ ഒരു യൂണിറ്റായി കണ്ടുകൊണ്ടാണ് വികസന പ്രവർത്തനം നടത്താൻ കഴിഞ്ഞത് എന്ന് തന്നെ ജനങ്ങളിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കിട്ടാവുന്ന മേഖലകളിൽ നിന്നൊക്കെ MP ആയാലും MLA ആയാലും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തായാലും എല്ലാ മേഖലകളിൽ നിന്നും പരമാവധി ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസനം മാത്രം ലക്ഷ്യമാക്കി മുന്നോട്ട് പോയതുകൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലം വലിയ രീതിയിലുള്ള മുന്നേറ്റം ഈ ഭരണസമിതിക്ക് നടത്തുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭരണസമിതി ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് വെച്ചാൽ സേവന തൽപരരായ ജനപ്രതിനിധികൾ, കർത്തവ്യ നിരതരായ ജീവനക്കാർ, അതുപോലെ പഞ്ചായത്തിൻ്റെ വികസന കാഴ്ചപ്പാടിനോടൊപ്പം നിൽക്കുന്ന പൊതുജനങ്ങൾ, അതാണ് ഈ ഭരണസമിതിയുടെ നേട്ടം. ഈ സഹകരണത്തിന് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും 1000 നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. വികസനത്തിന്റെ വീഥികളിൽ ചരിത്രം സൃഷ്ടിക്കുവാൻ കഴിഞ്ഞ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2020-25 ഭരണസമിതിക്ക് ഏറെ അഭിമാനം നിറഞ്ഞ നിമിഷങ്ങളാണ് പോയ 5 വർഷങ്ങൾ സമ്മാനിച്ചിരിക്കുന്നത്. 240ഓളം റോഡുകൾ മികച്ച രീതിയിൽ സഞ്ചാരയോഗ്യമാക്കി. ഈ റോഡുകളിൽ 85 റോഡുകൾ പുതിയതാണ്. 5 PWD റോഡുകളും 2 ജില്ലാ പഞ്ചായത്ത് റോഡുകളും പഞ്ചായത്തിന്റെ ഇടപെടലിൽ മികച്ച യാത്രാ സൗകര്യം യാഥാർത്ഥ്യമാക്കി. ഉയർന്ന രീതിയിലുള്ള ഗ്രാമീണ റോഡുകൾ നിർമ്മിക്കുകയും ഡ്രെയിനേജുകൾ സ്ഥാപിക്കുകയും വീതി കുറഞ്ഞ സ്ഥലങ്ങളിൽ അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് സ്ഥാപിക്കുകയും ചെയ്തു. മെച്ചപ്പെട്ടതും വൃത്തിയുള്ളതുമായ റോഡുകൾ സാധ്യമാക്കി. ഹൈമാസ്റ്റ് ലൈറ്റുകളും 40 കിലോമീറ്റർ തെരുവുവിളക്കുകളും സ്ഥാപിച്ച് പഞ്ചായത്തിന്റെ ടാറിംഗ് പൂർത്തിയായ എല്ലാ റോഡുകളിലും തെരുവ് വിളക്കുകൾ പൂർണ്ണമായും യാഥാർത്ഥ്യമാക്കി. ഒരു വർഷം പഞ്ചായത്ത് തെരുവുവിളക്ക് ഇനത്തിൽ 22 ലക്ഷം രൂപയുടെ ഇലക്ട്രിസിറ്റി ബിൽ അടച്ചുവരുന്നു. മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന്റെ നൊമ്പരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ഈ മണ്ണിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ ഏറെ മികവാർന്ന നിലവാരത്തിലേക്ക് എത്തിക്കുവാൻ പഞ്ചായത്ത് ഭരണകൂടം ഏറെ ശ്രദ്ധ ചെലുത്തുന്നു. തെങ്ങിന് ജൈവവളം, നെൽകൃഷിക്ക് കൂലി, വാഴക്കന്ന് വിതരണം, കൗങ്ങിൻ തൈ വിതരണം, കുറ്റിക്കുരുമുളക് തൈ വിതരണം, മട്ടുപ്പാവ് കൃഷി, പച്ചക്കറി തൈ വിതരണം, ഇഞ്ചി, മഞ്ഞൾ, ചോളം, കടല, ചെറുധാന്യവിളകൾ എന്നിവയുടെ വിതരണം, കർഷകർക്ക് പമ്പ് സെറ്റ്, കാടുവെട്ട് മെഷീൻ, തൊഴിലുറപ്പ് പദ്ധതിയുമായി സംയോജിപ്പിച്ച് നിരവധിയായ പദ്ധതികളിലൂടെ
കാർഷിക മേഖലയെ ഏറെ പ്രോത്സാഹിപ്പിച്ചും ചേർത്ത് നിർത്തിയും പഞ്ചായത്തിന്റെ പ്രവർത്തനം മുന്നേറുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ പുത്തൻ ഉണർവുകൾ സമ്മാനിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുകയാണ്. 1,25,00,000 രൂപ കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി ഉടുമ്പന്തല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കി. 30 ലക്ഷം രൂപയുടെ മറ്റു ഭൗതിക സൗകര്യങ്ങളും യാഥാർത്ഥ്യമാക്കി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന് അഭിമാനിക്കാവുന്ന രീതിയിൽ ഉടുമ്പന്തല കുടുംബാരോഗ്യ കേന്ദ്രം മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. $25 ലക്ഷം ചെലവിൽ ഇളമ്പച്ചി ഹോമിയോ ആശുപത്രി നിർമ്മിച്ചു. ആവശ്യമാർന്ന അടിസ്ഥാന സൗകര്യങ്ങൾ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് വിപുലീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ആയുഷ്മാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ചെലവിൽ 5 വർഷത്തിനിടയിൽ കോയങ്കര ആയുർവേദ ഹോസ്പിറ്റൽ കെട്ടിടത്തിനു വേണ്ട വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ കഴിഞ്ഞു. എങ്കിലും സ്ഥലപ്രശ്നം കാരണം പുതിയ കെട്ടിടം നിർമ്മിക്കുവാൻ സാധിച്ചില്ല എന്നതിൽ പഞ്ചായത്ത് ഭരണസമിതി ഏറെ ഖേദിക്കുന്നു. ഹോമിയോ ഹോസ്പിറ്റലിന് മുകളിൽ യോഗ ഹാൾ നിർമ്മിച്ചു. ഓരോ പ്രവർത്തന വർഷവും 40 ലക്ഷം രൂപയുടെ മരുന്നുകൾ വാങ്ങിക്കുന്നു. കുടുംബക്ഷേമ കേന്ദ്രത്തിന്റെ ലാബ് കെട്ടിടം ഹെൽത്ത് ഗ്രാന്റ് ഉപയോഗിച്ച് വിപുലീകരണ പ്രവർത്തനം നടത്തുവാൻ കഴിഞ്ഞു. ഉടുമ്പന്തല ഫിസിയോതെറാപ്പി സെന്ററിന് ആവശ്യമായ ഉപകരണങ്ങൾ നൽകി പ്രവർത്തനം വിപുലീകരിച്ചു. 5 കുടുംബക്ഷേമ ഉപകേന്ദ്രങ്ങളുള്ള തൃക്കരിപ്പൂരിൽ സ്വന്തമായി കെട്ടിടമില്ലാത്ത താലിച്ചാരം സബ് സെന്ററിന് സ്വന്തമായി കെട്ടിടം പണിത് എല്ലാ സബ് സെന്ററുകളും സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നതാക്കി മാറ്റി. ക്യാൻസർ പരിശോധനാ ക്യാമ്പ്, ഡയാലിസിസ് രോഗികൾക്ക് മരുന്ന്, വയോജനങ്ങൾക്ക് ആരോഗ്യ പരിരക്ഷ, കുട്ടികളുടെ വളർച്ചക്കുറവ്, സ്വഭാവ വ്യതിയാനം ഇതിനാവശ്യമായ സ്പന്ദനം പരിപാടി നടപ്പിലാക്കി. വനിതകൾക്കും വയോജനങ്ങൾക്കും യോഗ പരിശീലനം എന്നിവ യാഥാർത്ഥ്യമാക്കി. കുടുംബക്ഷേമ കേന്ദ്രങ്ങളിലെയും ഹോമിയോ ക്ലിനിക്കിലെയും ആയുർവേദ ഹോസ്പിറ്റലിലെയും ഡോക്ടർമാർ, ജീവനക്കാർ, ആശാപ്രവർത്തകർ എന്നിവരുടെ സേവനം എടുത്തു പറയേണ്ടതാണ്. 2020 കാലഘട്ടത്തിൽ പഞ്ചായത്തിന്റെ പ്രവർത്തനം തുടങ്ങുമ്പോൾ കോവിഡിന്റെ പ്രതിസന്ധി അഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പഞ്ചായത്തിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും അക്കാലഘട്ടത്തിലെ സേവനങ്ങൾ ഏറെ അഭിനന്ദനം അർഹിക്കുന്നതാണ്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ 2020-25 വർഷത്തെ 5 വർഷത്തെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ 21 വാർഡിലും വിവിധതരം ഗ്രാമസഭകളിൽ പങ്കെടുക്കുകയും അവിടുത്തെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വാർഡിൻ്റെ വികസനത്തിന് ആവശ്യമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും സാധിച്ചിട്ടുണ്ട്. എൻ്റെ സ്വന്തം വാർഡായ 7-ാം വാർഡ് എടാട്ടുമ്മൽ എന്ന വാർഡിൽ 700ഓളം വീടുകളുള്ള ഒരു വാർഡിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്യുവാനും വളരെ പാവപ്പെട്ട കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടാനും അതോടൊപ്പം പല വീടുകളും പൂർണ്ണതയിലെത്തിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഏതായാലും ഈ 5 വർഷക്കാലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയോട് യോജിച്ചുകൊണ്ട് എല്ലാ പ്രവർത്തനവും ചെയ്ത് വാർഡിലെ വോട്ടർമാർക്കും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ നാടിന്റെ നന്മയ്ക്കായി കരുതലോടെ ശുചിത്വസുന്ദരമായ ഒരു ഗ്രാമത്തെ വാർത്തെടുക്കുവാൻ പഞ്ചായത്ത് ഭരണസമിതി ഏറെ ശ്രദ്ധ ചെലുത്തുന്നു. എല്ലാ ടൗണുകളും കേന്ദ്രീകരിച്ച് അനവധി ബിന്നുകൾ സ്ഥാപിക്കുകയും വാതിൽപ്പടി സേവനത്തിലൂടെ ഹരിതകർമ്മസേന മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യുന്നു. ശുചിത്വസുന്ദരമായ ഒരു നാടിനെ സൃഷ്ടിക്കുവാൻ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ഏറെ അഭിനന്ദനാർഹമാണ്.
കർമ്മവീഥികളിൽ അവർക്ക് വേണ്ട എല്ലാ സഹായവും പ്രോത്സാഹനവും നൽകി പഞ്ചായത്ത് ഭരണസമിതി ഒപ്പം പ്രവർത്തിക്കുന്നു. MCFൽ അത്യാധുനിക രീതിയിലുള്ള ബേലിംഗ് മെഷീൻ, കൺസർവേറ്റർ, ബെൽറ്റ് ക്രെയിൻ മുതലായ സംവിധാനങ്ങൾ ഒരുക്കി ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളെ സുഗമമായ രീതിയിൽ നടപ്പിലാക്കുവാനുള്ള സാങ്കേതിക സഹായങ്ങൾ പഞ്ചായത്ത് തലത്തിൽ ചെയ്തു വരുന്നു. 162 മിനി MCFകളും 140 ബോട്ടിൽ ബൂത്തുകളും ഉറവിട മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി 500-ലധികം റിംഗ് കമ്പോസ്റ്റുകളും സ്ഥാപിച്ച് മെച്ചപ്പെട്ട രീതിയിൽ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ പഞ്ചായത്ത് ഭരണകൂടം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ 42 ഹരിതകർമ്മസേന അംഗങ്ങളാണ് ഉള്ളത്. ഹരിതകർമ്മസേനയുടെ വരുമാനങ്ങൾ വർദ്ധിപ്പിക്കുവാനുള്ള വിവിധങ്ങളായ പദ്ധതികൾ പഞ്ചായത്ത് തലത്തിൽ നടപ്പിലാക്കി വരുന്നു. ശുചിത്വ സുന്ദരമായ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ പെരുമ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതോടുകൂടി 79ാം സ്വാതന്ത്ര്യദിനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് പ്രസിഡന്റ് ശ്രീ VK ബാബ പങ്കെടുത്തത് ദേശീയ തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷ്, നവകേരള മിഷൻ സ്റ്റേറ്റ് കോർഡിനേറ്റർ TM സീമ എന്നിവർ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ ശുചിത്വ സുന്ദരവും മാലിന്യമുക്തവുമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഏറെ പ്രശംസിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ മാലിന്യ ശുചിത്വ രംഗത്ത് നമ്മുടെ പഞ്ചായത്തിന് വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ ഹരിതകർമ്മസേന, ആശാ വർക്കർമാർ, ആരോഗ്യ പ്രവർത്തകന്മാർ ഇവരുടെ നിരന്തരമായ ഇടപെടലിൻ്റെയും പ്രവർത്തനങ്ങളുടെയും ഭാഗമായിട്ടാണ് ഈ തരത്തിലുള്ള വലിയ മുന്നേറ്റം ഈ രംഗത്ത് നടത്താൻ സാധിച്ചിട്ടുള്ളത് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടുന്ന ഘടകമാണ്. അതിലുപരിയായി ഉദ്യോഗസ്ഥന്മാരുടെ സഹായ സഹകരണവും ഈ രംഗത്ത് നല്ല നിലയിൽ ലഭിച്ചിട്ടുണ്ട്. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ടേക്ക് എ ബ്രേക്ക് പബ്ലിക് ടോയ്ലറ്റുകൾ, 14 സ്ഥലങ്ങളിൽ CCTV ക്യാമറകൾ, തോടുകളും കുളങ്ങളും കേന്ദ്രീകരിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ, ഓരോ മാസവും ഹരിതകർമ്മസേനയുടെ റിവ്യൂ മീറ്റിംഗ്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, റിജക്റ്റ് മാലിന്യങ്ങൾ, തുണി മാലിന്യങ്ങൾ, ചെരുപ്പ്, ബാഗ്, തെർമോകോൾ, ചില്ല് മാലിന്യങ്ങൾ, വേസ്റ്റ് എന്നിങ്ങനെ നീക്കം ചെയ്യുന്നു. സാനിറ്ററി മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ഏഴ് സർക്കാർ സ്കൂളുകളും 5 എയ്ഡഡ് സ്കൂളുകളും 3 ഹൈസ്കൂളുകളും ഒരു പോളിടെക്നിക്കും ഉൾപ്പെടുന്ന ഗ്രാമപഞ്ചായത്താണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത്. 1 കോടി രൂപ ചെലവിൽ കൂളേരി സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചു. പുല്ലേരി, ഒളവറ, മൈതാണി എന്നിവിടങ്ങളിൽ അസംബ്ലി ഹാൾ നിർമ്മിച്ചു. എല്ലാ ഭൗതിക സൗകര്യങ്ങളും മെച്ചപ്പെടുത്തി ആവശ്യമാർന്ന ഇടങ്ങളിൽ ക്ലാസ് റൂം, ഡൈനിങ് ഹാൾ, കിച്ചൺ, ടോയ്ലറ്റ് എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിച്ച് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു താങ്ങായി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നു. ആവശ്യമാർന്ന ഫർണിച്ചർ, ലൈബ്രറി പുസ്തകം, സ്പോർട്സ് കിറ്റ് എന്നിവ വിതരണം ചെയ്യുന്നു. SSLC, +2 ഉന്നത വിജയികളെ അനുമോദിച്ചും LSS, USS വിജയികളെ അനുമോദിച്ചും വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കും ഏറെ പ്രോത്സാഹനം നൽകിയുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തലത്തിൽ സാധ്യമാക്കുന്നു. $350 കുടുംബശ്രീ യൂണിറ്റുകളുള്ള തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ CDS പ്രവർത്തനങ്ങൾ വളരെ ശക്തമായ രീതിയിൽ മുന്നേറുന്നു. നടക്കാവ് വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രം ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. കുടുംബശ്രീക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ ലിങ്കേജ് വായ്പകളും പിന്നോക്ക വികസന കോർപ്പറേഷൻ, വനിതാ വികസന കോർപ്പറേഷൻ, JLG എന്നിങ്ങനെ വൈവിധ്യങ്ങളായ വായ്പാ സംവിധാനങ്ങൾ ചെയ്ത് വിവിധ പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കുന്നു. കൗൺസിലിംഗ്, നിയമസഹായം, ബോധവൽക്കരണം, മാനസിക ഉല്ലാസ പ്രോഗ്രാമുകൾ,
സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരെ സഹായിക്കുവാനുള്ള കോളിംഗ് ബെൽ പദ്ധതി എന്നിങ്ങനെ വൈവിധ്യങ്ങളായ പദ്ധതികൾ പഞ്ചായത്ത് തലത്തിൽ നടപ്പിലാക്കി വരുന്നു. വീടില്ലാത്തവന്റെ ഒരു സ്വപ്നമാണ്. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ 210 വീടുകൾ കരാർ വെച്ച് 150 എണ്ണം പൂർത്തീകരിച്ചു. 86 വീടുകൾ കരാർ വെച്ച് 19 എണ്ണം പൂർത്തീകരിച്ചു. ജില്ലാ ബ്ലോക്ക് തലത്തിൽ പരമാവധി ഫണ്ടും ഉപയോഗിച്ച് വീടുകൾ നിർമ്മിച്ചു നൽകാൻ ശ്രമിച്ചു. ജില്ലയിൽ ലൈഫ് ഭവന പദ്ധതിയിൽ കൂടുതൽ വീടുകൾ നൽകിയ പഞ്ചായത്തുകളിലൊന്നാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത്. കഴിഞ്ഞ 2 വർഷവും ലൈഫ് ഭവന പദ്ധതിയിലെ ഗുണഭോക്താവിനെ ക്ഷണിച്ചു വരുത്തി കുടുംബസംഗമവും താക്കോൽ ദാനവും നടത്തിവരുന്നു. സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന സഹായത്തിനുമപ്പുറം വിവിധ സംഘടനകളുടെയും ചാരിറ്റി ഗ്രൂപ്പുകളുടെയും സംഭാവനകൾ അർഹതപ്പെട്ടവരിലേക്ക് എത്തിച്ച് സഹായം നൽകുവാൻ പഞ്ചായത്ത് ഭരണസമിതി ശ്രമിക്കുന്നു. ഇത്തരത്തിൽ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെൽസാർ ചാരിറ്റബിൾ ഗ്രൂപ്പ് 15 ലക്ഷം രൂപ സഹായം നൽകി 4 ലക്ഷം രൂപ കൊണ്ട് പൂർത്തിയാവാത്ത ആളുകളുടെ വീടുകൾ ഈ ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിക്കുവാൻ സാധിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ 479 ഭിന്നശേഷിക്കാരുണ്ട്. ഓരോ വർഷവും ഇവർക്കായി പ്രത്യേക ഗ്രാമസഭകൾ നടത്തുവാനും ഭിന്നശേഷിക്കാർക്കായി ആവശ്യമായ പ്രത്യേക ഉപകരണങ്ങൾ, സ്കോളർഷിപ്പുകൾ മുതലായവ നൽകുവാനും 12 വയസ്സുവരെയുള്ള കുട്ടികളെ ലക്ഷ്യമാക്കിക്കൊണ്ട് അവരുടെ പഠന സൗകര്യം, ബോധവൽക്കരണം, രക്ഷിതാക്കൾക്ക് തൊഴിൽ പരിശീലനം എന്നിവയെ ലക്ഷ്യമാക്കിക്കൊണ്ട് സ്പെഷ്യൽ കെയർ സെന്ററുകൾ രൂപീകരിക്കുവാനും പഞ്ചായത്ത് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം സൗദ 2020-25 കാലയളവിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ട് എനിക്ക് സ്ഥാനം തന്നിരുന്നു. ഞാൻ ആ സ്ഥാനം നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അർഹതപ്പെട്ട കൈകളിൽ പെൻഷനുകൾ എത്തിയിട്ടുണ്ട്. 21 വാർഡിലും ഒരുപാട് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിനോട് സഹകരിച്ച വാർഡിൻ്റെ ജനങ്ങൾക്കും അതേപോലെ തന്നെ 21 വാർഡിലെ എല്ലാ ജനങ്ങൾക്കും ഭരണസമിതി അംഗങ്ങൾക്കും പ്രസിഡന്റിനും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. പൂവളപ്പിൽ പുതിയതായി പണിതീർത്ത അംഗൻവാടി ഉൾപ്പെടെ സ്വന്തമായി കെട്ടിടമുള്ള 39 അംഗൻവാടികളുള്ള ഗ്രാമപഞ്ചായത്താണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത്. 5 വയസ്സിന് താഴെ 2620 കുട്ടികൾ ഇവിടെയുണ്ട്. അംഗൻവാടിയുടെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയും മനോഹരമാക്കിയും മികച്ച രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നു. വാർഡ്, പഞ്ചായത്ത് തലത്തിൽ ബാലസദസ്സുകൾ രൂപീകരിച്ചു. ബോധവൽക്കരണ ക്ലാസുകളും ന്യൂട്രീഷൻ സപ്ലിമെന്റ് വിതരണവും നടത്തിവരുന്നു. ജില്ലാ പഞ്ചായത്ത് സഹകരണത്തോടുകൂടി എളമ്പച്ചിയിലെ ചിൽഡ്രൻസ് പാർക്ക് വിപുലീകരണത്തിനായുള്ള ഫണ്ട് ഈ വർഷം നീക്കിവച്ചിരിക്കുന്നു. മുതിർന്ന പൗരന്മാർക്ക് മാനസിക ഉല്ലാസവും സന്തോഷവും പ്രദാനം ചെയ്ത് വയോജന സൗഹൃദ പഞ്ചായത്ത് പദ്ധതി മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കുന്നു. വയോജനങ്ങൾക്ക് വിശ്രമിക്കുവാൻ പകൽ വീട്, മെഡിക്കൽ ക്യാമ്പുകൾ, വയോജന സംഗമം, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി 15 ലക്ഷം രൂപ, വയോജനങ്ങൾക്ക് യോഗ പരിശീലനം എന്നിങ്ങനെ വിവിധങ്ങളായ പദ്ധതികൾ പഞ്ചായത്ത് തലത്തിൽ നടപ്പിലാക്കി വരുന്നു. 198 മത്സ്യത്തൊഴിലാളികൾ അധിവസിക്കുന്ന തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ അത്യാധുനിക രീതിയിലുള്ള ഫിഷ് മാർക്കറ്റ് സംവിധാനം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. വള്ളവും വലയും, പഠിക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ്, ഫർണിച്ചർ, മുറ്റത്തൊരു മീൻതോട്ടം മുതലായ നിരവധിയായ പദ്ധതികൾ പഞ്ചായത്ത് തലത്തിൽ നടപ്പിലാക്കുന്നു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം 475 ക്ഷീരകർഷകരുണ്ട്. മികച്ച നിലവാരത്തിലുള്ള മൃഗാശുപത്രി, ഉടുമ്പന്തല ഇളമ്പച്ചി സബ് സെന്റർ, പാലിന് സബ്സിഡി, കാലിത്തീറ്റ വിതരണം, കന്നുകുട്ടി പരിപാലനം, കറവപ്പശു വിതരണം, ഇൻഷുറൻസ്, മരുന്ന് വിതരണം തുടങ്ങിയ
വിവിധങ്ങളായ ക്ഷീരകർഷകരുടെ ആവശ്യങ്ങൾ കൃത്യതയോടും മികച്ച രീതിയിലും പഞ്ചായത്ത് ഭരണകൂടം ചെയ്തു കൊടുത്ത് ക്ഷീരകർഷക മേഖലയെ ഏറെ പ്രോത്സാഹിപ്പിക്കുന്നു. ജൈവ വൈവിധ്യ മേഖലയിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ജില്ലാ സംസ്ഥാന തലത്തിൽ ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടി. പോളിടെക്നിക് മുതൽ നടക്കാവ് വരെ ഫലവൃക്ഷ തൈകൾ അടങ്ങിയ ഹരിതവീതി പച്ചത്തുരുത്തിന് ജില്ലാ സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. BMCയുടെ പ്രവർത്തനം എടുത്തു പറയേണ്ടതാണ്. കുണിയാൽ പക്ഷി നിരീക്ഷണ ക്യാമ്പ്, നടക്കാവിലെ മിയോവാക്കി എന്നിവ ഏറെ ആകർഷണം നൽകുന്ന പദ്ധതികളാണ്. 86 പച്ചത്തുരുത്തും 20 ഫലവൃക്ഷത്തുരുത്തും 8 കണ്ടൽ തുരുത്തും ഉൾപ്പെടെ 114 തുരുത്തുകൾ ഈ പഞ്ചായത്തിലുണ്ട്. ഓരോ വർഷവും പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജലസേചന വിതരണ സംവിധാനത്തിനായി വാട്ടർ അതോറിറ്റിക്ക് 32 ലക്ഷം രൂപയുടെ ചിലവ് പഞ്ചായത്ത് വഹിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാർ സഹകരണത്തോടെ ജലജീവൻ പദ്ധതി ഏകദേശം 70% പൂർത്തീകരിച്ചു. ഒരു ഘട്ടത്തിൽ തടസ്സം നേരിട്ടപ്പോൾ ജലജീവൻ പദ്ധതി പ്രദേശത്തേക്ക് ആവശ്യമാർന്ന റോഡിന് ആവശ്യമായ സ്ഥലം KMCCയുടെ സഹകരണത്തോടെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുന്നിട്ടിറങ്ങി വാങ്ങി സർക്കാരിന് കൈമാറി. ഈ പദ്ധതിയുടെ ഗുണം 5 പഞ്ചായത്തുകൾക്ക് കൂടി ലഭ്യമാകുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ കുടിവെള്ള വിതരണം ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിലായി വാട്ടർ ഹീറോസ്കികൾ സ്ഥാപിച്ചു. 1600 തൊഴിലാളികളെ ഉൾപ്പെടുത്തി തൊഴിലുറപ്പ് പദ്ധതി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ മികച്ച രീതിയിൽ മുന്നേറുന്നു. 6 കോടി രൂപയുടെ പ്രവർത്തനം ഓരോ വർഷവും നടത്തിവരുന്നു. പൊതു ആസ്തി വികസനവുമായി ബന്ധപ്പെട്ട് 13 കിലോമീറ്റർ ദൂരമുള്ള റോഡുകൾ, 16 ഓവുചാലുകൾ, നടപ്പാതകൾ എന്നിങ്ങനെ വിവിധങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. വ്യക്തിഗത ഗുണഭോക്താക്കളായ 500-ലേറെ പേർക്ക് കിണർ, തൊഴുത്ത്, കമ്പോസ്റ്റ് കിറ്റ് എന്നിങ്ങനെ വിവിധങ്ങളായ പ്രൊജക്ടുകൾ നിർമ്മിച്ചു. 1000 പേർക്ക് 100 തൊഴിൽ ദിനം നൽകി തൊഴിലുറപ്പ് പദ്ധതിയിൽ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമായി. തീരദേശ പരിപാലന അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തിയതിന്റെ ഭാഗമായി CRZ സോൺ 2വിന്റെ ആനുകൂല്യം ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. തൃക്കരിപ്പൂരിനെ നെടുകെ പിളർത്തിക്കൊണ്ടുപോകുന്ന റെയിൽവേ, അതിലുള്ള ലെവൽ ക്രോസിംഗ് തൃക്കരിപ്പൂരിന്റെ ഒരു വലിയ ശാപമാണ്. ഇവിടെ ഒരു ഓവർബ്രിഡ്ജ് പണിയാൻ ഭരണസമിതി കർമ്മ പദ്ധതി രൂപീകരിച്ച് പ്രവർത്തനം നടത്തിവരുന്നു. അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി തൊഴിൽ മേള നടത്തിവരുന്നു. പ്രവാസി ക്ഷേമത്തിന് പ്രത്യേക ഗ്രാമസഭകൾ നടത്തിവരുന്നു. പ്രസിഡന്റ് ദുരിതാശ്വാസ നിധി പേരിനു വേണ്ടി മാത്രമാകാതെ പൊതുജനങ്ങളിൽ നിന്നും ഫണ്ട് സ്വരൂപിച്ച് അർഹതപ്പെട്ടവർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ സഹായങ്ങൾ നൽകുവാൻ സാധിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രധാനമായും 3 ഗ്രൗണ്ടുകളാണ് ഉള്ളത്. എളമ്പച്ചിയിൽ മികച്ച രീതിയിലുള്ള 2 സ്റ്റേഡിയങ്ങളും IT-യിൽ 1 സ്റ്റേഡിയവും. എളമ്പച്ചിയിലുള്ള ഗ്രൗണ്ടും IT-യിലുള്ള ഗ്രൗണ്ടും ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ നവീകരിച്ച് കായിക പ്രേമികൾക്ക് ഏറെ ഉപകാരപ്രദമായ രീതിയിലുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചു. ഞാൻ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ സെക്രട്ടറിയായി ജോയിൻ ചെയ്തിട്ടിപ്പോൾ 1 മാസക്കാലമേ ആയിട്ടുള്ളൂ. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, പദ്ധതികൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു മികച്ച പ്രവർത്തനമാണ് ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. വിവിധ മേഖലകളിൽ എന്ന് വെച്ചാൽ എല്ലാ തരത്തിലും ഉള്ള പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത് അങ്ങനെ നടപ്പിലാക്കണമെങ്കിൽ ഒരു മികച്ച കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം. അങ്ങനെ കാഴ്ചപ്പാടോടുകൂടി പദ്ധതികൾ രൂപീകരിക്കുകയും അവ സമയബന്ധിതമായി പൂർത്തിയാക്കുകയും ചെയ്താൽ മാത്രമേ മികച്ച നേട്ടം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള നേട്ടം കൈവരിച്ചിട്ടാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്.
ഏവർക്കും പ്രാപ്യമായ ഭരണ സംവിധാനത്തിലൂടെ രാഷ്ട്രീയ പ്രാദേശിക സങ്കുചിതങ്ങൾക്കുമപ്പുറം തുല്യനീതിയും തുല്യ വികസനവും വിവേചനരഹിതമായ സമീപനത്തിലൂടെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് അർഹത മാത്രം മാനദണ്ഡമാക്കി അഴിമതിരഹിത ഭരണ സംവിധാനത്തിലൂടെ വികസന ഫണ്ടുകൾ ജനോപകാരപ്രദമായ രീതിയിൽ വിനിയോഗം നടത്തി ജനങ്ങൾക്കും ഭരണ സംവിധാനങ്ങൾക്കും അഭിമാനവും ആവേശവുമായി മാറിയ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് അഭിനന്ദനങ്ങൾ. വികസനത്തിന്റെ പാതയിൽ തലമുറകൾ പകർന്നു നൽകിയ ആർജവവും സ്വപ്നവും കർമ്മവീഥികളിൽ യാഥാർത്ഥ്യമാക്കുവാൻ ചരിത്രം നിയോഗിച്ച വഴിത്താരകളിലൂടെ ഈ കാലഘട്ടത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ഒപ്പം സഞ്ചരിക്കുവാൻ 2020 മുതൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണ നേതൃത്വത്തിന് സാധിച്ചു എന്നത് കാലത്തിന്റെ കർമ്മനിയോഗം. ചരിത്രം ഈ നേട്ടങ്ങളെ ഓർത്തുവെക്കട്ടെ.